ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി ചൊല്ലുകയാണ് ലോകം. അല്പസമയത്തിനകം കർദിനാൾ ജോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. മാർപ്പാപ്പയുടെ മൃതദേഹം വിലാപയാത്രയായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്ന് സെയിന്റ് മേരി മേജർ ബസലിക്കയിലേക്ക് കൊണ്ടുപോകും. മെരുളാന റോഡ് വഴിയാണ് ആ വിലാപയാത്ര അങ്ങനെ കടന്നു പോകുന്നത്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും ജോർജ് കുര്യനും ഉൾപ്പെടുന്ന സംഘം ചടങ്ങിൽ ഇന്ത്യയെ പ്രതികരിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 170 രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കളാണ് സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. ഫാദർ ആന്റണി വടക്കേക്കര സിറോ മലബാർ സഭയുടെ PRO അദ്ദേഹം തുടരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്, അവിടെ നടക്കുന്ന ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും. ഫാദർ, മരണാനന്തരം അല്ലെങ്കിൽ മരണശേഷം എങ്ങനെയൊക്കെയാണ് മൃതദേഹം സംസ്കരിക്കേണ്ടത്, അന്ത്യശുശ്രൂഷകൾ നടത്തേണ്ടത്, എവിടെയാണ് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് എന്നതടക്കം അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അതൊക്കെ ഒരു മരണപത്രം എന്ന നിലയിൽ എഴുതി വെച്ചിരുന്നു. അതിന് ചെലവാകുന്ന ഒരു പണം അതുപോലും അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിലെ വിവരങ്ങൾ വത്തിക്കാൻ തന്നെ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം, അല്ലേ? നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ തന്നെയല്ലേ വിശേഷിപ്പിക്കാൻ കഴിയുക, അല്ലേ? തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒട്ടും അതിശയോക്തിയില്ലാതെ എനിക്ക് തോന്നുന്നു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യാശയുടെ തിരിതെളിച്ച മാർപ്പാപ്പയെന്ന് ഒറ്റ വാക്യത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കരുണയുടെ പ്രതീകവും സമാധാനത്തിൻ്റെ ശില്പിയുമാണ്. മതത്തിൻ്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ മനുഷ്യത്വത്തിൻ്റെ പാലം പണിത കർമ്മയോഗിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് അഭിമാനത്തോടെ അദ്ദേഹത്തോടൊപ്പം ഈ ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തികൾ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും 24 ന്യൂസ് ചാനലിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ സംസ്കാര ചടങ്ങുകൾ കാണുന്ന എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ പറ്റുന്ന കാര്യമായിരിക്കും അത് എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അരാജകത്വങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും പട്ടിണിയും പകർച്ചവ്യാധികളും ദുരിതങ്ങളും പ്രതിസന്ധികളും നിരാശയുടെ അന്ധകാരം പടർത്തിയ ലോകത്തിൽ തെളിഞ്ഞ പ്രതീക്ഷയുടെ നക്ഷത്രവിളക്കായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് നമുക്കെല്ലാവർക്കും തെല്ലും സംശയം കൂടാതെ പറയാൻ സാധിക്കുന്ന കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്നറിയാവോ? സമാനതകളില്ലാത്ത ദർശനങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ സ്വാധീനം ചെലുത്തിയ ലോക നേതാക്കന്മാരിൽ പ്രഥമ സ്ഥാനീയനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന കാര്യത്തെക്കുറിച്ച് ആർക്കും സംശയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം, അദ്ദേഹം കേവലം പറയുകയോ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ മാത്രമായിരുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചു കാണിച്ചു തന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാനും നിങ്ങളും ഒക്കെ ഇത്തരുണത്തിൽ അനുസ്മരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുക, ജീവിതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വാസത്തിലും പ്രകൃതിയിലും നാം കാണാൻ മറന്നു പോകുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം. ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേവലം കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമോ ക്രിസ്തു വിശ്വാസികൾക്ക് മാത്രമോ അല്ല. ഫാദർ, ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കണ്ടു. അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നതിനും ഈ അന്ത്യശുശ്രൂഷ നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും അവിടെ എത്തിയിട്ടുണ്ട്. വ്ളാദിമിർ സെലൻസ്കിയെ നമ്മൾ കണ്ടു, യുക്രൈൻ പ്രസിഡന്റിനെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ലോക നേതാക്കളൊക്കെ ആ ചടങ്ങിലേക്ക് വരുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്.